മാന്യരെ, കോടികളുടെ വിലയും നല്ല മഞ്ചാടി കുരു പോലെയുള്ള സ്വർണ്ണ നാണയങ്ങൾ നൽകുന്ന റിയാലിറ്റി ഷോകൾ ഏവർക്കും ഹരമാണ്. കുത്തക കമ്പനികൾ ഒരുക്കുന്ന ചൂതാട്ടകളത്തിൽ ജീവനും ജീവിതവും നഷ്ടപ്പെടുന്നവരെ കണ്ടില്ല എന്ന് നടിക്കുന്ന സമൂഹത്തിന് മുൻപിൽ ഞാൻ അവതരിപ്പിക്കട്ടെ. നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളെ കാത്തിരിക്കുന്നു 5 കോടി രൂപ വില വരുന്ന വില്ലയും 50 ലക്ഷത്തിന്റെ ഒരു കാറും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും മാത്രം: നിങ്ങളുടെ ഫോട്ടോ അടങ്ങിയ ഒരു ബയോഡേറ്റ ഞങ്ങൾക്ക് അയച്ചു തരിക. കഴിഞ്ഞ തവണ അവളുടെ പകുതി പോലെ പാടില്ലാത്ത പെൺകുച്ച ആ 1 കോടിയുടെ വില്ലയും കൊണ്ട് പോയത്. ഇത്തവണ നമുക്ക് തന്നെ 5 കോടി. സരസ്വതി അവസ്ഥ നിനക്കറിയത്തില്ലയോ? കടക്കാരെ മേടിച്ച് പുറത്തിറങ്ങാൻ പറ്റാതായില്ലേ? കള്ളതന്റെ കരുമാക്കൊണ്ട് വന്നിരിക്കുന്നു. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇത്തവണ ആദ്യമൂല കൺസിഡറാക്കും. ഒരു റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും കയ്യിലിരുന്ന കാശ് മുഴുവൻ തീർന്നു. 6 നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടി. ഇനിയിപ്പോ എന്താ ചെയ്യാ? സരസ് പറഞ്ഞു 5 ലക്ഷം രൂപ പലിശക്ക് വേണമെന്ന്. നമ്മളൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരെണ്ണത്തിന് ആധാരം ഇങ്ങാട്ട് തരിക. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങളൊന്ന് ചുമ്മാതി. നമ്മുടെ ആരും കൊണ്ട് ഈ വിശ്വാസത്തെ കുറവ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ 1-2 ടോപ്പൊക്കെ മേടിച്ച് ആ പലിശക്കാർക്ക് വിട്ട് കൊടുക്കണം. സുബ്രഹ്മണ്യോ അത് സൺ സിംഗർക്ക് മുതലാളി പരം 5 കോടി രൂപ ബിൽഡിംഗ് ഞാൻ സ്പോൺസർ പண்றே. உங்களுக்கு வேணுமா? நல்ல பாதிரியாக்கத்தை போட்டு பிரமாதமாக பண்ணிக்கும். അങ്ങനെ 5 ലക്ഷം തീർന്നു. എന്നിട്ടും ഇതൊന്നും അവസാനിക്കുന്നില്ലല്ലോ. 5 ലക്ഷം രൂപ കൂടി പലിശയ്ക്ക് വേണം. ഇനി തരാൻ ഒന്നല്ല. എങ്കിലും ഞങ്ങളത് തരും. ആരതി കൂട്ടി വരിക. എനിക്കിങ്ങനെ ഒരു സിംഗമാകണ്ട. ഇപ്പോൾ തന്നെ അച്ഛന്റെ ജോലി, വീട്, സ്ഥലം എല്ലാം നഷ്ടപ്പെട്ടു. എന്നെ കൂടെ വെച്ചിട്ട് വേണം അമ്മയ്ക്ക് സ്വന്തത്തിലെ റാണിയാകാൻ. 5 കോടിയുടെ വില്ലേ 1 ലക്ഷത്തിന്റെ കാരണം അതിന് വേണ്ടിയാ ഈ തലപ്പതിയെ കൊലത്തരം പറയുന്നു. 5 ലക്ഷത്തിക്കോ അല്ല ചുന്തരിക്കണ്ണ ലക്ഷത്തെ ബാച്ചില് ബാബാ ചെയ്യില്ലേ? എച്ചമ്മയ്ക്ക് ഭ്രാന്ത. എന്നടി അമ്മയെ നീ അറിഞ്ഞോ? നമ്മുടെ ബാങ്ക് മാനേജർ ഹരിദാസന്റെ മകളുടെ ഫോട്ടോ ഇന്റർനെറ്റിൽ വന്നത്. ഇപ്പൊ എന്റെ മോളെ ഭാരതി എന്താ പറ്റിയ? നമ്മുടെ പൊളിഞ്ഞ കുട്ടിൽ എന്താ പറ്റിയ? അറിയണ്ട നമ്മുടെ മോൾക്ക് എന്താ പറ്റി? നമ്മളെ അവിടെ സെമി ഫൈനൽ ഉള്ളതാ. സരസ് എല്ലാവരുടെ ഫൈനലാടി. മോളെ ആരതി ഇന്റർനെറ്റിൽ കണ്ടടി. സരസ് നീയാണെന്നല്ലോ കാരണം. നിനക്ക് ഞാനൊരു സമ്മാനം തരാൻ പോകാൻ. നീ എന്നെ സൂക്ഷിച്ചു നോക്കണം. സൂക്ഷിച്ചു നോക്കണം. സൂക്ഷിച്ചു നോക്കണം. സൂക്ഷിച്ചു നോക്കണം. സൂക്ഷിച്ചു നോക്കണം. സൂക്ഷിച്ചു നോക്കണം. അങ്ങനെ എത്തി കേൾക്കുന്നില്ലേ? ഒരു കാലം ശ്രദ്ധിച്ചു നോക്ക്. സിംഗ
ഭാരതീയ. പൊട്ടിയൊലിച്ച കൂരയിൽ നിന്നും വെട്ടിത്തിളങ്ങുന്ന കൊട്ടാരങ്ങൾ സ്വപ്നം കാണുന്നതിന്റെ പിന്നിൽ ചതികൊടികൾ കാണാൻ ഇനിയെങ്കിലും നമുക്ക് കണ്ണുകൾ തുറക്കാം. നന്ദി, നമസ്കാരം.